സബ്ജക്റ്റിനെ കിട്ടിയിട്ട് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. പഠിക്കുന്നത് വരെ ലൈവ് ക്ലാസ് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഹേയ് ഫോക്സ്, വെൽക്കം ബാക്ക്. ബാംഗ്ലൂരിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. അവർക്ക് ഒരുപാട് ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല. അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് കാണുക. ഗ്രൂപ്പിൽ വന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനും അതുപോലെ ഇനി വരാൻ സാധ്യതയുള്ള ചോദിക്കാത്തവരുടെ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന ഒരു സ്പീഡ് വീഡിയോ ആയിരിക്കും ഇത്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് മാക്സിമം നിർത്തും. 1 മണിക്കൂർ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്ന അത്രയും കാര്യങ്ങൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഞാൻ എന്നെക്കുറിച്ചോ എൻ്റെ അക്കാഡമിയെക്കുറിച്ചോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക സ്വീകാര്യമാവണം എന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് ആയിട്ട് മാത്രം ഇടാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് ആയിട്ട് മാത്രം ഇടാം. ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിപ്നോട്ടിസം ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാമെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പക്ഷേ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിപ്പിക്കുന്ന ആളെ നോക്കിയിട്ട് നമുക്കത് വിശ്വസിക്കാം. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് പല 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 മേഖലകളിലുണ്ട്. എന്താ പറയുക, ഒരാൾ ഒരു ദിവസം 80 മുതൽ 120 പ്രാവശ്യം വരെ സ്വയം ഹിപ്നോട്ടൈസ്ഡ് ആയിക്കൊണ്ട് നാച്ചുറൽ ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് ഒരാൾ പോകുന്നുണ്ട്. അതുപോലെ സെൽഫ് ഹിപ്നോട്ടിസം ഉണ്ട്, ക്ലിനിക്കൽ ഹിപ്നോട്ടിസം ഉണ്ട്. ക്ലിനിക്കൽ ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ സൈക്കോളജി എടുത്തവർ ആ ഒരു സൈഡിൽ മാത്രം കൊണ്ടുപോയിട്ട് ചെയ്യുന്ന, ക്ലിനിക്കലി ചെയ്യുന്ന, ഒരു രോഗിയുടെ അസുഖം മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഹിപ്നോട്ടിസമാണ് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം. ഓക്കെ, ഈ ഹിപ്നോട്ടിസത്തിന്റെ ചില സത്തുകൾ മാത്രം എടുത്തിട്ട്, ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളോ അതിന്റെ മെയിൻ കീ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്തിട്ട് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ രൂപപ്പെട്ട് വന്ന, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് സ്ട്രീറ്റ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഒരു 10 മുതൽ 30 സെക്കൻഡിനകത്ത് അല്ലെങ്കിൽ 40 സെക്കൻഡിനകത്ത് ഒരു വ്യക്തിയെ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാരെ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ വീഴുന്ന, ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ. ഈ ഹിപ്നോട്ടിസം ചെയ്യപ്പെടുന്ന വ്യക്തി ഹൈലി സജസ്റ്റബിൾ ആയിരിക്കണം. നല്ല സജസ്റ്റബിൾ ആയ ഒരു വ്യക്തിയാണ് നമുക്ക് ഈ രീതിയിൽ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുക. അല്ലാത്തവരെ നമുക്ക് ഇതിന്റെ താഴെയുള്ള ചുവടെയുള്ള പല എഫക്റ്റുകളും ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും കൈ സ്റ്റക്കായി പോകുന്നത്, അവർക്ക് മടക്കാൻ പറ്റുന്നില്ല, അതുപോലെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, അതുപോലെ നടക്കാൻ പറ്റുന്നില്ല, ഉമിനീര് ഇറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അവരുടെ മസിൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാറ്റലപ്സി സ്റ്റേജ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഹാലുസിനേഷൻ, ഡീപ്പ് ട്രാൻസിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഹാലുസിനേഷൻ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ പുറത്തുള്ള ആൾക്കാർക്ക് കണ്ട് ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വരുന്നത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിന്റെ അകത്താണ്. ഇത് നിങ്ങളെ ഒരു ദിവസം കൊണ്ട് ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കും. അതായത് ഇതിന്റെ മൊത്തം പഠിപ്പിച്ചിട്ട് നിങ്ങളോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയാനുണ്ടാവില്ല. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ പെർഫോം ചെയ്യുന്നതിൽ വെച്ച് ഇതും ഈ ഒരു പഠനവും പെർഫോം ചെയ്യുന്നതിന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും നല്ലൊരു സബ്ജക്റ്റിനെ കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ വരുന്നതിൽ ഒരു 10ൽ 8 വർക്ക്ഷോപ്പിലും നല്ല ഹൈ സബ്ജക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാറുണ്ട്. അവരെ വെച്ച് തന്നെ അവിടെയുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരാൾ ഒരിക്കൽ ഹിപ്നോട്ടിസം ചെയ്ത വ്യക്തി രണ്ടാമത് പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ആവും. അവിടുന്ന് ചെയ്യുന്നത് വലിയ കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു പോയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും ലഭിക്കും. ഒരുപാട് റിവ്യൂസ് നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു പോയ ആൾക്കാർ തന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ റിവ്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് വിലയിരുത്താൻ സാധിക്കും. ഞാനല്ല പറയുന്നത്, എന്റെ സ്റ്റാഫ് അല്ല, അവിടെ വന്ന് പേയ്മെന്റ് തന്ന് പഠിച്ച ആൾക്കാരാണ്. വരുമ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു കോൺഫിഡൻസോ മറ്റൊന്നും ഇല്ലായിരുന്നു. ഇത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു ബുക്ക് നോക്കിയത് അതൊട്ടും വർക്കൗട്ട് ആയില്ല. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും മറ്റെല്ലാം കണ്ടപ്പോൾ വളരെ നന്നായിട്ട് തോന്നി. എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല എവരിത്തിങ് കുഡ് ബി കവേർഡ് എന്നുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞ പോലെ തന്നെ എല്ലാം കവർ ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് ക്ലാസ്സിന് പഠിക്കാൻ പറ്റി. മാത്രമല്ല ഇതിന് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. വളരെ എല്ലാം നല്ല രീതിക്ക് തന്നെയാണ്. എന്റെ വീട്ടിൽ അത് വിചാരം എല്ലാവരും പറഞ്ഞു പറ്റിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ എന്നോട് പറഞ്ഞു പോകേണ്ട, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രശ്നമില്ല, ഞാൻ തന്നെ സൈറ്റോട് പറഞ്ഞു. ഇപ്പൊ എന്റെ ഫ്രണ്ട് കുറച്ച് ഞാൻ വിളിച്ചിരുന്നു, ക്ലാസ് കണ്ടു വിളിച്ചിട്ട് സൂപ്പറാണ്, എനിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സുകൾ ഹിപ്നോസിസ്, റേക്കി, ലോ ഓഫ് അട്രാക്ഷൻ പല ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മളോട് ഇത്രയും ഫ്രീ ആയിട്ട് നമ്മളോട് ഒരു ഇന്ററാക്ഷൻ ചെയ്യുന്ന ഒരു മാഷ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ പ്രത്യേകം മാഷിനോടുള്ള നന്ദി ഞാൻ പറയുകയാണ്. മറ്റുള്ളവർ പറഞ്ഞതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ആൾ പറഞ്ഞത്. ഇത്രയും പ്രാക്ടിക്കൽ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വർക്ക്ഷോപ്സ് ഉണ്ടാവും, ഒരുപാടുണ്ടാവും. പക്ഷെ ഇത്രയും ജെന്യൂൻ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്താ പറയുക, ഒരു പെർഫോമൻസ് ലെവലിലുള്ള കോൺഫിഡൻസ്, ഐ തിങ്ക് ഇത് വളരെ വളരെ ഒരു അടിപൊളി വർക്ക്ഷോപ്പ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കോർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇവിടെയാണ്. അതാണ് എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന കാര്യം. 100% നല്ല വർത്താണ്. അപ്പൊ ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഹിപ്നോട്ടിസം, സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പഠിക്കാൻ എന്തിനാ ഇത്രയും ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു 18 റെക്കോർഡഡ് ക്ലാസ്സുകൾ തരാൻ എന്നോട് ചോദിച്ചത് 30,000 രൂപയാണ്. ഇന്ന് ഹിന്ദിയിൽ അത് കൊടുക്കുന്നത് പലരും 30,000 മുതൽ 40,000 രൂപയാണ്. ഒരു ക്വാളിറ്റിയുള്ള കോഴ്സ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ, വാല്യൂ ഉള്ള ഒരു കോഴ്സ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സമമായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുത്തേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപക്ക് 2000 രൂപക്ക് കിട്ടുന്ന വർക്ക്ഷോപ്പുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ റിലാക്സേഷൻ മെത്തേഡിലൂടെ ജസ്റ്റ് വ്യക്തിയെ ഉറക്കുന്നത് മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതായത് ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നതും സജഷൻ കൊടുക്കുന്നതും മാത്രം പഠിപ്പിച്ചു തരും. നമ്മൾ അതല്ല, ഓരോ ഇൻഡക്ഷൻ മെത്തേഡുകൾ, ഒരാളെ കൈ വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് നോക്കി കഴിഞ്ഞ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അവർ ഉറങ്ങുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഇൻഡക്ഷൻ എന്ന് പറയാം. അതുപോലെ
ഒരുപാട് ഇൻഡക്ഷൻ മെത്തേഡുകൾ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംസാരം, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടുന്ന് പറഞ്ഞു തരും. പിന്നെ 30-40 ആൾക്കാരാണ് നമ്മുടെ ക്ലാസ്സിൽ മാക്സിമം ഉണ്ടാവുക. 40 പേരായിരുന്നു ഇതുവരെ ക്ലാസ്സുകളിൽ മാക്സിമം ഉണ്ടായിരുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ചിലേക്ക് പോകും. മാക്സിമം 40 പേർ. ഇതിൽ എല്ലാവരും ഇത് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഇതെനിക്ക് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നവരല്ല. ചിലരൊക്കെ ഓക്കെ ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ പഠിച്ചാൽ മതി, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി പുതിയ കോഴ്സുകൾ 3 മാസത്തിൽ ഒരിക്കൽ പഠിക്കുന്ന ആൾക്കാർ ഒന്ന് പഠിച്ചാൽ മതി എന്ന രീതിയിൽ വരും. അപ്പോൾ 30 പേരുള്ള വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 പേരുടെ അടുപ്പിച്ച ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വരുള്ളൂ. അവർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്രാക്ടീസ് ചെയ്യും. നമുക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും ചെയ്യും, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആൾക്കാരാണ് പറഞ്ഞത്. ഈ 10 പേര് പ്രാക്ടീസ് ചെയ്തവരിൽ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കിട്ടിയിട്ട് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. പഠിക്കുന്നത് വരെ ലൈവ് ക്ലാസ് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. പിന്നെ നമ്മൾ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ് കൊടുക്കൽ 3500 രൂപ ലെവൽ 1-നും 5500 രൂപ ലെവൽ 2-നും. ഈ 2 ലെവലും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസും കൂടെ തരുന്നുണ്ട്. അതായത് ഓൺലൈനിൽ 9000 രൂപ വില വരുന്ന കോഴ്സ്, ഇതിന് നമ്മൾ ആകെ പറയുന്നത് 7999 ആണ്. പക്ഷേ ഓൺലൈൻ കോഴ്സിന്റെ 9000 രൂപയുടെ കോഴ്സും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. പെൻഡുലം, നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഹിപ്നോട്ടിസം ചെയ്യാനുള്ള ഒരു പെൻഡുലം, അതൊന്നും വേണമെന്നില്ല. നോ എക്യുപ്മെന്റ്സ് ആണ് ഹിപ്നോട്ടിസം, സ്ട്രീറ്റ് ഹിപ്നോട്ടിസം. പക്ഷേ വേറെയും ഇൻഡക്ഷൻ മെത്തേഡുകൾ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ തരുന്നത് കൊണ്ടാണ് ഈ ഒരു ഫീസ്. ഏർലി ബേർഡ് ഓഫറായിട്ട് നമ്മൾ 6900 എന്നൊരു ഓഫറും കൂടെ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ പലർക്കും ഇതിനെക്കുറിച്ച് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട്, ഹിപ്നോട്ടിസം എന്താണ്, ഇതിന്റെ വാല്യൂ എന്താണ്, നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊരു നോളജ് ഇല്ലാത്തതുകൊണ്ട് പലരും ഇതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്നുണ്ട് ഫീസിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു ഡേറ്റ് വരെ ഒരു ഓഫറും കൂടെ തരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്ന ചോദ്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കുകയാണ്. ഹായ് സാർ, താങ്ക് യു ഫോർ കണ്ടക്ടിങ് യുവർ വർക്ക്ഷോപ്പ് ഇൻ ബാംഗ്ലൂർ. ഞാൻ കൊച്ചി വർക്ക്ഷോപ്പ് നടത്തുന്ന ചില അക്കാഡമീസിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് 15K ആണ് പറയുന്നത്. വൈ ദിസ് മച്ച് ഫീസ്? അത് നമ്മൾ ക്ലിയർ ചെയ്തു. ആൻഡ് ഹൗ യു ക്യാൻ പ്രൊവൈഡ് വിത്തിൻ 1 ഡേ ദാറ്റ് ദേ ആർ പ്രൊവൈഡിങ് ഇൻ 2 days. 2 ദിവസം കൊണ്ട് അവർ തരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ 1 ദിവസം കൊണ്ട് കൊടുക്കാന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. 2 ദിവസം കൊണ്ട് അവർ തരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഒരുപാട് ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. നോൺ വെർബൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്നതാണ്. നോൺ വെർബൽ ഹിപ്നോട്ടിസം നമ്മൾ പഠിച്ചു. ഞാൻ 2 ദിവസത്തെ വർക്ക്ഷോപ്പിന് 15000 രൂപ കൊടുത്ത് പഠിച്ച ആളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല. ഹിപ്നോട്ടിസത്തെ കുറിച്ച് വീണ്ടും നോളജ് ഗെയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ നോൺ വെർബൽ ഹിപ്നോട്ടിസം കൊണ്ട് കാര്യമുള്ളൂ. അതുപോലെ തെറാപ്യൂട്ടിക്കൽ സൈഡ്, തെറാപ്പി നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ സൈക്കോളജിയിൽ PG എങ്കിലും ഉള്ള ഒരാളാണെങ്കിലേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിൽ തന്നെ നമുക്ക് പെർഫോമൻസ് സൈഡ്, നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റേജിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നത്. മാത്രമല്ല അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സെൽഫ് ഹിപ്നോട്ടിസം. നമ്മുടെ സ്വന്തം ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റൂ. ബ്രെയിൻ എന്താണ്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റൂ. ഇത് മറ്റൊരു വ്യക്തിയെ ചെയ്ത് അവരുടെ ബ്രെയിനിലുള്ള കാര്യങ്ങൾ താൽക്കാലികമായിട്ട് മാറ്റുന്നതിനേക്കാൾ പവർഫുൾ ആണ് നമ്മളുടെ സ്വന്തം ബ്രെയിനിലെ കാര്യങ്ങൾ മാറ്റി നമുക്ക് മാറ്റാൻ ആഗ്രഹമുള്ള ഏത് സ്വഭാവവും, ഏത് അഡിക്ഷനും, ഏത് വയറിങ്ങും, പാസ്റ്റ് ട്രോമ ഹീലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. അതുപോലെ സ്ലീപ്പ് ടെക്നിക്സുകൾ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയുള്ള സ്ലീപ്പ് ടെക്നിക്കുകൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 1 ഡേ വെൽ സെറ്റ് സിലബസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇതുവരെ 1 ദിവസം കൊണ്ട് വന്ന ആരും പഠിക്കാതായിട്ടില്ല. അതായത് താല്പര്യമുള്ള ആരും പഠിക്കാതായിട്ടില്ല. ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഫുൾ A+ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. സംശയങ്ങൾ ചോദിക്കുന്ന കുട്ടിയാണെങ്കിൽ ടീച്ചർ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇയാൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇയാൾ സോഫ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് ആയിട്ടാണോ സംസാരിക്കുന്നത്, സിമ്പിൾ ആയിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടാണോ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചെന്ന് ഈ പേജിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉത്തരങ്ങൾ കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 1 man ഷോ മാത്രമായിരിക്കും? അല്ല, ഞാനിത് ഫസ്റ്റ് നിങ്ങൾക്ക് തിയറി പഠിപ്പിച്ചു തരും. ഉച്ചവരെയുള്ള ക്ലാസ് ഇച്ചിരി ബോറായിരിക്കും, ഞാൻ ആദ്യമേ പറയാം. ഉച്ചവരെയുള്ള ക്ലാസ്സുകൾ തിയറിയാണ്, കുറച്ച് ബോറിംഗ് തന്നെയായിരിക്കും. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബോറിംഗ് ആയിരിക്കില്ല. ഞാനൊക്കെ മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ഇരുന്നിട്ടും എനിക്കൊരു ഫീലും ഇത്രയും സമയമായി എന്നുള്ളൊരു ഫീലും ഇല്ലാതെ പഠിച്ചിട്ടുണ്ട്. അത് താല്പര്യം കൊണ്ടാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ബോറിംഗ് ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് രാവിലെയുള്ള സെഷൻ കുറച്ച് ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ തുടങ്ങാത്തത്. കാരണം 14 ഓഫ്ലൈൻ സെഷൻ കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും സ്റ്റുഡൻസ് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്.
അതുവരെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ വിചാരിക്കും ഇതാണോ നമ്മൾ പഠിക്കാൻ വന്നത്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലേക്ക് കടക്കുന്നതോടുകൂടി അവരുടെ എല്ലാ ധാരണയും മാറും. അങ്ങനെയുള്ള എല്ലാ ധാരണയും മാറി അവർ കംപ്ലീറ്റ് പ്രാക്ടിക്കലി ചെയ്ത് അത് സെറ്റായി അവർ ഇൻവോൾവ് ആവുന്ന രീതിയിലേക്ക് മാറും. ഞാൻ എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെയറാക്കി ഗ്രൂപ്പാക്കിയൊക്കെ ഇൻഡക്ഷൻസ് ചെയ്യിപ്പിക്കും, സജഷൻസ് കൊടുപ്പിക്കും. ആ രീതിയിലെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് അവിടുന്ന് വിടുക. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയാൽ തെറ്റിക്കും, ഉറപ്പായിട്ടും തെറ്റിക്കും. ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരാൾ തെറ്റിക്കുന്നുള്ളതിന് തെളിവ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തെറ്റിക്കുന്നവർക്ക് വീണ്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടി 1000 days ആക്സസോട് കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. 3 കൊല്ലത്തെ ആക്സസോട് കൂടി ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര ആളുണ്ടാവും പറഞ്ഞു. നിങ്ങൾ പഠിപ്പിക്കുന്ന ടെക്നിക്കുകൾ ഓരോ പഠിതാവും പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും? പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്ക് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളത് പഠിക്കുന്നത് വരെ പഠിപ്പിച്ചു കൊടുക്കും എന്നതാണ് ഇതിന്റെ ഉറപ്പ്. അല്ലാതെ ഒരാളിപ്പോൾ അവിടെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഇരുന്ന് സംശയമുണ്ടോ, ഇത് ക്ലിയർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഉറപ്പിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫീസ് അടച്ച് വരുന്ന നിങ്ങളാണ് അത് ഉറപ്പിക്കേണ്ടത്, ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം, സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. പൂർണ്ണമായിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഷോ തന്നെയായിരിക്കും, ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയായിരിക്കും നമ്മുടെ ഹിപ്നോട്ടിസം ക്ലാസ്. അതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൾക്കാർ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ട്രെയിലറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഗ്രൂപ്പിൽ ഒരു പഠിതാവിന് ഒരു കാര്യം വൈദഗ്ധ്യം ലഭിക്കാൻ എത്ര സമയം ലഭിക്കും? ഓരോ കാര്യം അതിന് നമുക്ക് അങ്ങനെ സമയം പറയാൻ പറ്റില്ല. രാവിലെ തൊട്ട് വൈകുന്നേരമുള്ള സെഷൻ ആകുമ്പോഴേക്കും 30-40 പേരുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനും എനിക്ക് പഠിപ്പിക്കാനുള്ള സമയം അവിടെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനും പഠിപ്പിക്കാനുള്ള സമയം അവിടെ ഉണ്ട്. നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് ക്ലാസ് ആണ്. നിങ്ങളുടെ ബാച്ച് വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ വാഗ്ദാനം ചെയ്യുന്ന ടെക്നിക്കുകളുടെ എണ്ണവും പരിഗണിക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മ വന്നു. ഓക്കെ, ഞാൻ കൊല്ലം വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളായിരുന്നു. ഇപ്പോൾ ഇൻകമിംഗ് ബാംഗ്ലൂർ വർക്ക്ഷോപ്പിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്കമിംഗ്. ഓക്കെ, കൊല്ലം വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ മുമ്പുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവരോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപ അടച്ചുകൊണ്ട് അവിടെ വരാൻ പറ്റും. ചെറിയൊരു എമൗണ്ട് നമ്മുടെ ഫുഡ്, ഹോൾ റെന്റ്, അതുപോലെ ഞാൻ വന്നു പോകുന്നതിന്റെ ചെലവ്, അത് മാത്രമേ നിങ്ങളുടെ അടുത്ത് എടുക്കുന്നുള്ളൂ. ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അംഗമായിരിക്കുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. പിന്നെ റിവ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോയിട്ട് റിവ്യൂസ് കണ്ടിട്ട് അത് നാച്ചുറൽ ആണ്, അവരുള്ളിൽ നിന്ന് പറയുന്നതാണ് എന്നൊരു ബോധം, ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇത് തന്നെയാണ്. ബൈ. ആരാ